തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടണ്ണൻ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് ഒരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനില്ലാത്ത അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടു പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്ന് അതെന്താ എങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമയിൽ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ ചില പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ? അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു, എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്നും ബെറ്റർ ചോയ്സ്. നല്ല രസമാണ്. ഞാൻ ഭയങ്കര